ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. കോപ്പറേറ്റീവ് ഹെൽപ്പറിന്റെ പുതിയ ഒരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ PYQ സീരീസ് ആണ് കേട്ടോ. നമ്മൾ ഇന്നലെ കുറച്ച് ഒരു 5 PYQs ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ അതിന്റെ ആ ക്വസ്റ്റ്യൻ പേപ്പറിലെ ബാക്കി PYQs ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. 5 പറഞ്ഞു, അടുത്ത 5 നോക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്: വിച്ച് സെക്ഷൻ ഓഫ് ദ KCS ആക്ട് 1969 ഡീൽസ് വിത്ത് റിപ്പീൽ ആൻഡ് സേവിങ്സ്? അല്ലെ, റിപ്പീൽ ആൻഡ് സേവിങ്സിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ്? ഇതും റയർ ക്വസ്റ്റ്യൻ ആണ്. ഇതിന് മുൻപൊന്നും അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. ഓക്കെ, ഇതിന് മുൻപൊന്നും ഈ ക്വസ്റ്റ്യൻ അങ്ങനെ നമുക്ക് ചോദിച്ചു കണ്ടിട്ടില്ല. അത് റയർ ആയിട്ട് തന്നെ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കുറെ റയർ ക്വസ്റ്റ്യൻസുകൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. കുറെ റയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതെല്ലാം വരുന്നത് ഏതിൽ നിന്നാണ്? നമ്മുടെ ചാപ്റ്റർ 16 നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അല്ലെ, ചാപ്റ്റർ 16. നമുക്കറിയാം KCS ആക്ടില് 16 ചാപ്റ്റർ ഉണ്ട്. ചാപ്റ്റർ 16 മിസ്സലേനിയസ് എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട്. മിസ്സലേനിയസ് അല്ലെങ്കിൽ പല വക എന്ന് പറയാം. അവിടെ പ്രതിപാദിക്കുന്ന സെക്ഷൻ 96 മുതൽ 110 വരെയാണ്. ഈ ഭാഗത്തു നിന്ന് കുറേയധികം ക്വസ്റ്റ്യൻസുകൾ നമ്മുടെ ഈ ഒരു പരീക്ഷയ്ക്ക് കയറി വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. ഓക്കെ, കാണാതെ ഒന്നും പഠിക്കണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇതൊന്നും കാണാപ്പാടം പഠിച്ചൊന്നും പോയേക്കരുത് കേട്ടോ. കാര്യങ്ങള് ജസ്റ്റ് നമുക്ക് മനസ്സിലാക്കാം. സാധാരണയായിട്ട് ഇവിടുന്ന് വന്ന് ചോദിച്ചുകൊണ്ടിരുന്നത് ആകപ്പെടാൻ 109 സെക്ഷൻ 109 ഏതാണെന്ന് മാത്രമാണ് നമ്മളോട് എപ്പോഴും സ്ഥിരമായിട്ട് അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചുകൊണ്ടിരുന്ന ക്വസ്റ്റ്യൻ 109 എന്താണെന്നാണ്. അതായത് പവർ ടു മേക്ക് റൂൾസ്. ഗവൺമെന്റ് ഹാവ് ദ പവർ ടു മേക്ക് റൂൾസ്. നമ്മുടെ സംഘത്തിൽ റൂൾ മേക്ക് ചെയ്യാനുള്ള അധികാരം. അല്ലെ, ദ ഗവൺമെന്റ് മേ for the whole or any part of the state and for any class of society after previous publication by notification the Gazette make rules. അതായിരുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അത് മാത്രമായിരുന്നു ഈ ഒരു ചാപ്റ്ററിൽ നിന്നും ചോദിച്ചുകൊണ്ടിരുന്ന ക്വസ്റ്റ്യൻ. പക്ഷെ ഇപ്പോൾ അവിടെ നിന്നും വേറെ ക്വസ്റ്റ്യൻസുകളും ചോദിക്കുന്നുണ്ട്. ഇന്നത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: റിപ്പീൽ ആൻഡ് സേവിങ്സ്. എന്താണ് റിപ്പീൽ ആൻഡ് സേവിങ്സ് എന്ന് പറഞ്ഞാൽ 110ാമത്തെ സെക്ഷൻ ആണ് ഓപ്ഷൻ വന്നിരിക്കുന്നത്. 108, 109, 110, 84. ഏതാണ് ആൻസർ വരിക? നമുക്കറിയാം 110 ആണ്. അപ്പൊ 110 ഏതെന്ന് വരിക? നമ്മുടെ റിപ്പീൽ ആൻഡ് സേവിങ്സ്. 109 എന്താണ്? 109 നമുക്ക് അതുകൊണ്ട് നോക്കിയിട്ട് 109 പവർ ടു മേക്ക് റൂൾസ്. 108 അത് ചോദിച്ചിട്ടുണ്ട്. എന്താണ്? ഡ്യൂട്ടീസ് ഓഫ് പോലീസ് ഓഫീസർ. പോലീസ് ഓഫീസറിന്റെ ഡ്യൂട്ടീസിനെ കുറിച്ചാണ് 108 പറയുന്നത്. 109 പവർ ടു മേക്ക് റൂൾസ് ആണ്. 110 റിപ്പീൽ ആൻഡ് സേവിങ്സ് ആണ്. അല്ലെ, റിപ്പീൽ ആൻഡ് സേവിങ്സ്. അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. കാരണം അതിന്റെ അർത്ഥമാക്കുക റിപ്പീൽ ആൻഡ് സേവിങ്സ് എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾ റദ്ദാക്കി, ചില നിയമങ്ങൾ റദ്ദാക്കി. ഈ നിയമം വരുന്നതോടെ ചില നിയമങ്ങൾ റദ്ദാക്കി എന്നാണ് പറയുക. ഓക്കെ, അതാ പറഞ്ഞ മദ്രാസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1932 ആസ് ഇൻ ഫോഴ്സ് ഇൻ ദ മലബാർ ഡിസ്ട്രിക്ട് റെഫേർഡ് ടു ഇൻ സബ്സെക്ഷൻ 2 ഓഫ് സെക്ഷൻ 5 ഓഫ് ദ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ട് 1956 ആൻഡ് ദി ട്രാവൻകൂർ കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1951 ആർ റിപ്പീൽഡ് എന്നാണ് പറഞ്ഞത്. അതായത് ഈ ആക്ട് വരുന്നതോടെ നമുക്ക് മദ്രാസിൽ പ്രചാരത്തിലുണ്ടായിരുന്ന, മലബാർ ഏരിയയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന നിയമം എന്തായിരുന്നു? മദ്രാസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1932 ആയിരുന്നു. പിന്നെ അതുവരെ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ എന്താണ്? തിരുക്കൊച്ചി, ട്രാവൻകൂർ കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1951 ആയിരുന്നു. ഏത്? നമ്മുടെ തിരുവിതാംകൂർ, കൊച്ചി, അല്ലെ, ആ ഭാഗങ്ങൾ തിരുക്കൊച്ചിയിൽ നിലനിന്നിരുന്ന നിയമം. അപ്പൊ അതൊക്കെ അങ്ങ് മാറ്റി. അതാ നമ്മുടെ KCS ആക്ട് വന്നതോടെ ഈ ആക്ടുകളൊക്കെ എന്തൊക്കെ റദ്ദാക്കി എന്നാണ് പറയുക കേട്ടോ. ഇതൊക്കെ റദ്ദാക്കി എന്നാണ് പറയുന്നത്. ജസ്റ്റ് അന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇപ്പൊ സെക്ഷൻ 110 റിപ്പീൽ ആൻഡ് സേവിങ്സ്. റദ്ദാക്കലും പരിരക്ഷയും. റദ്ദാക്കിയത് ചോദിക്കാറുള്ളൂ. ഈ നിയമങ്ങൾ റദ്ദാക്കിയത് മക്കളെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക കേട്ടോ. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ബാക്കി അടുത്ത ക്വസ്റ്റിലേക്ക് നമുക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ ആണ്: ഡാഷ് ഷാൾ ബൈ ഓർഡർ ഫ്രെയിം യൂണിഫോം റൂൾസ് ആൻഡ് കണ്ടക്ട് റൂൾസ് ഓഫ് ദി എംപ്ലോയീസ് ഓഫ് എനി ഓർ ഓൾ ക്ലാസസ് ഓഫ് ദ കോപ്പറേറ്റീവ് സൊസൈറ്റി? ആരാണ് ഡാഷ് ഷാൾ ബൈ ഓർഡർ, ഉത്തരവിലൂടെ, അല്ലെ, അത് താഴെ പറയുന്നതിൽ ആരോ ഏതോ ഒരു ഉത്തരവിലൂടെ ഫ്രെയിം യൂണിഫോം സർവീസ് റൂൾസ് ആൻഡ് കണ്ടക്ട് റൂൾസ് ഓഫ് ദ എംപ്ലോയീസ് ഓഫ് എനി ഓർ ഓൾ ക്ലാസസ് ഓഫ് ദ കോപ്പറേറ്റീവ് സൊസൈറ്റി. അപ്പൊ ആരാണ് ഇവിടെ റൂൾസുകൾ ഫ്രെയിം, സർവീസ് റൂളുകൾ, കണ്ടക്ട് റൂൾസുകളൊക്കെ ആരാണ് ഫ്രെയിം ചെയ്യുന്നത്? ഓപ്ഷൻ എയിൽ പറയുന്നുണ്ട് എന്താണ്? RCS. ഓപ്ഷൻ ബിയിൽ പറയുന്നു ഗവൺമെന്റ്. ഓപ്ഷൻ സിയിൽ പറഞ്ഞു സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ. ഓപ്ഷൻ ഡിയിൽ പറഞ്ഞു കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് എന്താണ്? എംപ്ലോയീസ് വെൽഫെയർ ബോർഡാണ്. അതൊന്നും വരില്ല. ഏത് തന്നെയാണ്? നമുക്കറിയാം ഗവൺമെന്റ് ആണ്. അല്ലെ, ഗവൺമെന്റ് അല്ലേ റൂൾ ഫ്രെയിം ചെയ്യുക. യൂണിഫോം സർവീസ് റൂൾസ്, അതോടൊപ്പം തന്നെ കണ്ടക്ട് റൂൾസ്, എംപ്ലോയീസിനുള്ള റൂൾസുകളൊക്കെ ഫ്രെയിം ചെയ്യുന്ന ആരാണ്? ഗവൺമെന്റ് ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് പരിശോധിക്കാം. ഓഡിറ്റ് ടീം മീൻസ്, അല്ലെ, നമുക്ക് ടീം ഓഡിറ്റ് ആണ് പ്രചാരത്തിലുള്ളത്. ഓഡിറ്റ് ടീം മീൻസ് എ ടീം ഓഫ് ഓഡിറ്റേഴ്സ് അപ്പോയിന്റഡ് ബൈ ദ DCA ആസ് സ്റ്റിപ്പുലേറ്റഡ് അണ്ടർ ഡാഷ് ഓഫ് ദ KCS ആക്ട്. അപ്പോൾ ഓഡിറ്റ് ടീമിനെ കുറിച്ച്
നമ്മൾ പ്രോപ്പറായിട്ട് ഇത് ഒരു ഡെഫിനേഷന്റെ ഭാഗത്ത് പറയുന്നുള്ള സംഭവമാണ് അല്ലെ. ഓഡിറ്റ് ടീം മീൻസ് എ ടീം ഓഫ് ഓഡിറ്റേഴ്സ്. ഓഡിറ്റ് ടീം എന്ന് പറഞ്ഞാൽ എന്താണ്? എ ടീം ഓഫ് ഓഡിറ്റേഴ്സ്. ഓഡിറ്റേഴ്സിന്റെ ഒരു ടീമാണ്. ആരാണ് അപ്പോയിന്റ് ചെയ്യുന്നത്? DCA അല്ലെ. DCA ആണ് അപ്പോയിന്റ് ചെയ്യുന്നത്. ആ സ്റ്റിപ്പുലേറ്റഡ് അണ്ടർ ഡാഷ് ഓഫ് ദ KCS ആക്ട് എന്നാണ് പറയുക അല്ലെ. ആ സ്റ്റിപ്പുലേറ്റഡ് അണ്ടർ ഡാഷ് ഓഫ് KCS ആക്ട്. അപ്പം 36A ഒന്നും വരില്ല കാരണം 70 വരില്ല അല്ലെ, 34 വരില്ല. പക്ഷെ ഏതാ വരിക? ഓഡിറ്റുമായി ബന്ധപ്പെട്ടത് 63(9) ആണല്ലേ. DCA പഠിച്ചിട്ടുണ്ട്. ഓഡിറ്റിന്റെ ചാപ്റ്റർ നമുക്ക് 63 പഠിക്കാനുണ്ട്. DCA 64 വകുപ്പുകൾ. അതായത് എന്താണ് അതിൽ പറയുന്നത്? നമ്മുടെ ഓഡിറ്റുമായി ബന്ധപ്പെട്ട അതിന്റെ ഓഡിറ്റിന്റെ സ്കോപ്പ്, പവർ ഓഫ് ദ DCA, പിന്നെ എന്തൊക്കെയാണ് പറയുക, പ്രൊസീജിയർ ഫോർ ഓഡിറ്റ്, അതൊക്കെയാണ് 64 പറയുന്നത്. 63 പ്രതിപാദിക്കുന്നത് DCA കുറിച്ചാണ്. അപ്പൊ ഇതൊരു ഡെഫിനേഷനാണ് അല്ലേ. ഇത് എവിടെയാണ് ഡിഫൈൻ ചെയ്തേക്കുന്നത് ചോദിച്ചാൽ റൂൾ 2AI കേട്ടോ. എന്താണ്? റൂൾ 2AI ഡിഫൈൻ ചെയ്തേക്കുന്നത്. പറയുന്നത് ഇങ്ങനെയാണ്: ഓഡിറ്റ് ടീം മീൻസ് എ ടീം ഓഫ് ഓഡിറ്റേഴ്സ് അപ്പോയിന്റഡ് ബൈ ദ DCA ആർ സ്റ്റിപ്പുലേറ്റഡ് അണ്ടർ സബ്സെക്ഷൻ 9 ഓഫ് സെക്ഷൻ 63 എന്നാണ് പറയുന്നത്. ഓഡിറ്റ് ടീമാണ്. കാരണം ടീം ഓഡിറ്റ് ആണ്. 3-4 പേര് ഒരുമിച്ച് ഒന്ന് ഓഡിറ്റ് ടീം ഓഡിറ്റ് ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. സോ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദ ക്വസ്റ്റ്യൻ നമ്പർ 9. സെക്ഷൻ 96 ഓഫ് ദ KCS ആക്ട് 1969 സ്പെസിഫിക്. അപ്പൊ നമ്മുടെ KCS ആക്ടിലെ സെക്ഷൻ 96 എന്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു? ഓപ്ഷൻ എയിൽ പറഞ്ഞ ഒഫൻസസ് ബൈ കമ്പനി, അതായത് കമ്പനികളുടെ ഒഫൻസുകൾ. ഒഫൻസ് എന്ന് പറയാൻ എന്താ അർത്ഥം? ഒഫൻസ് എന്ന് പറഞ്ഞാൽ കുറ്റങ്ങളാണല്ലേ. ഓപ്ഷൻ ബി പറഞ്ഞ അഡ്രസ് ഓഫ് എ സൊസൈറ്റി. ഓപ്ഷൻ സി പറഞ്ഞ ഓർഡേഴ്സ് ടു ബി പ്രൊനൗൺസ്ഡ്. ഓപ്ഷൻ ഡി പറഞ്ഞ നൺ ഓഫ് ദിസ്. ഏതാണ് ആൻസർ വരിക? ഏതാണ് ഇവിടെ ആൻസർ വരിക മക്കളെ? ഏതാണ് ആൻസർ വരിക? അഡ്രസ് ഓഫ് എ സൊസൈറ്റി ആണല്ലേ. സംഘത്തിന്റെ അഡ്രസ്സിനെ കുറിച്ചാണ് സെക്ഷൻ 96 പ്രതിപാദിക്കുന്നത്. സെക്ഷൻ 96 പ്രതിപാദിക്കുന്ന സംഘത്തിന്റെ അഡ്രസ്, മേൽവിലാസത്തിനെ കുറിച്ചാണെന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തില്ല, മറ്റൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് ഞാൻ കൂടുതൽ അതിലേക്ക് വിശകലനം ചെയ്യാൻ പോകുന്നില്ല. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ ഇതിന്റെ വീഡിയോ കിടപ്പുണ്ടല്ലോ. ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രമാണ്, ഫുൾ ക്വസ്റ്റ്യൻ്റെ അല്ല. ഈ ഒഫൻസ് സെക്ഷൻ 96 ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മളൊന്ന് ചർച്ച ചെയ്തതാണ്. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 10. അതായത് നമ്മുടെ ഇന്നത്തെ നമ്മൾ 5 ക്വസ്റ്റ്യൻ വീതമാണ് നമ്മുടെ ഈ ഒരു സീരീസിൽ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി 5 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തു. ബാക്കി അടുത്ത 5 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 4 കഴിഞ്ഞു. ഇന്നത്തെ 5ാമത്തെ ക്വസ്റ്റ്യൻ: നോ സൊസൈറ്റി ഷാൾ ഡു എനി ആക്ട് വിച്ച് ഈസ് നോട്ട് എക്സ്പ്രസ്ലി പ്രൊവൈഡഡ് ബൈ ദ ബൈലോസ് ഓഫ് സച്ച് എ സൊസൈറ്റി. അപ്പം നമുക്ക് നമ്മുടെ ബൈലോയിൽ പറയാത്ത കാര്യങ്ങൾ ഒരു സംഘത്തിനും ചെയ്യാൻ പറ്റില്ല. സാധാരണ രീതിയിൽ ഒരു സംഘത്തിനും ബൈലോയിൽ പറയാത്ത കാര്യങ്ങൾ, ബൈലോയിൽ പറയാനുള്ള കാര്യം മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ പറഞ്ഞ നോ സൊസൈറ്റി, ഒരു സൊസൈറ്റിക്കും ഷാൾ ഡു എനി ആക്ട് വിച്ച് ഈസ് നോട്ട് എക്സ്പ്രസ്ലി പ്രൊവൈഡഡ് ബൈ ദ ബൈലോ പ്രൊവൈഡ് ചെയ്യാത്ത കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ ബൈലോയിൽ പറഞ്ഞിട്ടുള്ള ബൈലോ പ്രകാരമുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ നമുക്ക് ആരുടെ പ്രീവിയസ് സാക്ഷി അല്ലെങ്കിൽ ആരുടെ മുൻകൂർ അനുമതിയോടെ ബൈലോയിൽ പറയാത്ത കാര്യങ്ങൾ ചെയ്യാമെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ പറയുന്നു രജിസ്ട്രാർ, അതായത് രജിസ്ട്രാറിന്റെ മുൻകൂട്ടി അനുമതി മേടിച്ചുകൊണ്ട് ബൈലോയിൽ പറയാത്ത കാര്യങ്ങൾ അല്ലെ ബൈലോയിൽ എക്സ്പ്രസ് ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യാമെന്ന് പറയുന്നു. ഓപ്ഷൻ ബി ഗവൺമെന്റ്. ഓപ്ഷൻ സി പൊതുയോഗം അല്ലെങ്കിൽ ജനറൽ ബോഡി. ഓപ്ഷൻ ഡി എ ഓർ ബി. ഏത് ആൻസർ വരിക? ഒരു സംശയമുണ്ട്, RCS ആണ് കേട്ടോ. അതായത് നമുക്ക് രജിസ്ട്രാറിന്റെ പ്രീവിയസ് സാങ്ഷൻ എന്ന് പറയാൻ മുൻകൂട്ടിയുള്ള അനുമതി. പ്രീവിയസ് സാങ്ഷൻ മീൻസ് മുൻകൂട്ടിയുള്ള അനുമതി. രജിസ്ട്രാറിന്റെ മുൻകൂട്ടിയുള്ള അനുമതിയോടെ എന്ത് ചെയ്യാന്നാ പറഞ്ഞത്? ആ ബൈലോയിൽ പറയാത്ത കാര്യങ്ങൾ നമുക്ക് ചെയ്യാം, അല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. സാധാരണ ബൈലോയിൽ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ രജിസ്ട്രാറിന്റെ മുൻകൂട്ടിയുള്ള അനുമതിയോടെ ബൈലോയിൽ പറയാത്ത കാര്യങ്ങൾ നമുക്ക് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ അങ്ങനെ 5 ക്വസ്റ്റ്യൻ ഇന്ന് ഡിസ്കസ് ചെയ്തിരിക്കുന്നു അല്ലേ. ഏകദേശം 10 മിനിറ്റ് അടുത്ത്. നമ്മൾ എല്ലാ ദിവസവും ഞാൻ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് 5 ക്വസ്റ്റ്യൻസ് വെച്ച് ഞാനിങ്ങനെ തന്നുകൊണ്ടേയിരിക്കും. എല്ലാവരും അത് പഠിക്കുക. ഇതിന്റെ മാത്രമല്ല, എല്ലാത്തിൻ്റെയും ലോഡ് ചെയ്ത് തീർത്ത് കഴിഞ്ഞാൽ അടുത്തത് ബാങ്കിങ്ങോ അക്കൗണ്ടിങ്ങോ ഒക്കെ ഒന്ന് ചെയ്യാം. എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് മുൻപോട്ട് പോവുക. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. എല്ലാവർക്കും ഓക്കെയാണ്, എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുപോലെ അടുത്ത 5 ക്വസ്റ്റ്യൻസിന്റെ സീരീസുമായി പുതിയ ഒരു വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പം എല്ലാവരും നമ്മുടെ ക്ലാസ്സസ് കാണുക, കാര്യങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് വേണ്ട ക്ലാസ്സുകൾ താഴെ കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, നിങ്ങൾ ആ ബെൽ ഐക്കൺ കൂടെ എനേബിൾ ചെയ്തേക്കാം. കാരണം ഞാനിവിടെ എന്നും വീഡിയോസ് എല്ലാ ദിവസവും ക്വസ്റ്റ്യൻസ് പഠിപ്പിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.